ശ്രീ ഷിബു പിടിക്കലിന്റെ ഒരു ശക്തനായ അണിയായി പ്രവർത്തിക്കുന്ന ബിന്നി എന്ന് പറയുന്ന പയ്യനും ഒക്കെ എന്നെ ഇതുവരെ കാണുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ സാമുൽ ജോർജ് എന്നൊരു വ്യക്തിയെ എനിക്കറിയാം. ആ സമയത്ത് പെന്തക്കോസ്ത് വിശ്വാസികളിൽ പല ആൾക്കാർക്കും അവരുടെ വിശ്വാസത്തിന്റെ പൊള്ളത്തരം മനസ്സിലാവുകയും നല്ല മാന്യനായിട്ടൊക്കെ ചമഞ്ഞിരുന്ന് അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റത്തിലൊക്കെ. പക്ഷെ അന്ന് വെറും കുതിരയായിരുന്നു. ധാരാളം പേര് അത് തുറന്ന് സമ്മതിക്കുകയും കുറേയേറെ അക്കൂട്ടത്തിലുള്ള വിശ്വാസികൾ എന്റെ സുഹൃത്തുക്കളായിട്ട് മാറുകയും അവരെന്നെ കാണാൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഒരു മാടക്കടയിൽ ഒരു പലചരക്കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. അവരൊക്കെ ആ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ ചെന്നുപെട്ടല്ലോ എന്നുള്ള ഒരു ആശങ്കയോടെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് നടന്ന ചർച്ചകളിൽ ഒരു ഓർത്തഡോക്സുകാരനോ ഒരു കത്തോലിക്കാരനോ പ്രത്യേകിച്ച് ഈ സാമുൽ ജോർജ് എന്ന വ്യക്തിക്കോ ഒരു പെന്തക്കോസ് പാസ്റ്റർമാരെയോ ഒരു പെന്തക്കോസ് സഹോദരങ്ങളെ ഒരു അല്പം പോലും മാറി ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റഫ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് യാക്കോബായ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും എല്ലാ മതങ്ങളിലെയും വ്യക്തികൾ ഒരേപോലെ തന്നെയാണ്. സാമുലച്ചൻ എന്തിനാ നോണയൊക്കെ പറയുന്നത്? സാമുലച്ചൻ കൃത്യമായി പെന്തക്കോസുകാർ പൈശാചികരാണെന്നും അത് സത്യമാണെന്നും ഞങ്ങൾ കണ്ണിന്റെ ഇടയ്ക്ക് കണ്ണെടുത്ത കണ്ടുകൂടാന്നും ഒരു വ്യക്തിയോട് വളരെ നേരിട്ട് നീ പെന്തക്കോസുകാരനല്ലായിരുന്നെങ്കിൽ ഞാൻ നീയായിട്ട് ലോഹിത്തിലാകുമായിരുന്നു എന്ന് വരെ സാമുലച്ചൻ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ ഓർക്കുക. ഇനി എന്തിനാണ് ഇത്രയും വലിയ മാനവികതയൊക്കെ പറയുന്നത്? ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ് ഇത് വന്നതെങ്കിൽ അതിനർത്ഥം ഓർത്തഡോക്സ് സഭ നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവം കൊടുത്ത ഒരു സമ്മാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സുപ്രീം കോടതി ഒരു വിധി നൽകിയിരിക്കുകയാണ്. ആ വിധി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ശരി, ഞാൻ സംബന്ധിച്ചത് വിധി ദൈവത്തിൽ നിന്ന് വന്നതാണ് എങ്കിൽ പിന്നെന്തിനാണ് സാമുലച്ചാൻ ഈ മോദിക്കെതിരെ വിധി? മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് ദൈവം തന്നെയല്ലേ? ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരെയുള്ള സംസാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ചരിത്രത്തിന് എതിരായിട്ടുള്ള പല ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ചാനലുണ്ട്, ഞങ്ങൾ ഈ ചാനലിലൂടെ സുപ്രീം കോടതിയെ മറികടക്കും. യൂട്യൂബ് ഞാൻ എടുത്ത് നോക്കി സാമുലച്ചൻ യൂട്യൂബ് അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് MBBS പോയി. ഞാൻ കാണുമ്പോൾ ഈ പലചരക്കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഒരു MBBSനൊക്കെ പോയി. കാരണം ഞാൻ നോക്കിയപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ മെഡിസിനുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ പരിവേഷത്തിലാണ് യൂട്യൂബിൽ ഇരിക്കുന്നതെന്ന് എനിക്കൊരു സംശയം. അച്ഛൻ ഇനി ഇത്രയും വർഷത്തെ ആ പലചരക്കടയിൽ എടുത്തു കൊടുക്കുന്ന ഈ ഒരു ജോലിയിൽ നിന്നും അച്ഛൻ MBBSന് എൻട്രൻസ് ഒക്കെ പാസ്സായി MBBSന് പോയി ഒരു ഡോക്ടർ ആയെങ്കിൽ അതൊരു വലിയൊരു മോട്ടിവേഷൻ സ്റ്റോറി ആയിരിക്കും. അത് എനിക്ക് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനി അങ്ങനെ ആരോഗ്യരംഗത്ത് ഇത്രയും ശക്തമായിട്ടൊക്കെ യൂട്യൂബ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി വെറുതെ ആണെന്നുണ്ടെങ്കിൽ MBBS ഒന്നും എടുക്കാതെ ഒരു ഡോക്ടറിന്റെ എന്തെങ്കിലും ബേസിക് നോളജ് ഒക്കെ ഇല്ലാതെയാണ് ഇതൊക്കെ പറയുന്നെങ്കിൽ വ്യാജ ഡോക്ടർ എന്നൊക്കെയുള്ള പേര് വരും. അതൊക്കെ അച്ഛനോട് ഒരു പഴയ സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അച്ഛനോട് റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, അല്പസമയം മുമ്പ് എനിക്കൊരു വീഡിയോ കിട്ടി. ആ വീഡിയോ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കാഷ്വലായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. സാമുൽ ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ ഷിബു പിടിക്കൽ സംസാരിച്ചു എന്ന പേരിൽ അദ്ദേഹം റിപ്ലൈ ഒക്കെ കൊടുക്കുന്നു, എന്തോ മറുപടി കൊടുക്കുന്നു, വെല്ലുവിളിക്കുന്നു, എന്തോ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നപ്പോൾ അതിൽ അദ്ദേഹം ചരിത്രം പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരുന്നപ്പോൾ അതിനകത്ത് എൻ്റെ പേര് പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ പേര് പരാമർശിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും എൻ്റെ സുഹൃത്തുക്കളായിട്ട് എന്നോട് ചോദിച്ച സുഹൃത്തുക്കളോട് ഒന്ന് പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. ഈ ഇദ്ദേഹം ഒരു ചരിത്രം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വളരെ സജീവമായിരുന്നു എന്നും പെന്തക്കോസുകാരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ഉത്തരമില്ലാതെയൊക്കെ പലരും ബുദ്ധിമുട്ടിയും അങ്ങനെ പല ആൾക്കാരും മാറി ചിന്തിക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പെന്തക്കോസിൽ നിന്നും മാറി ചിന്തിച്ചു എന്നുള്ളൊരു ക്ലെയിം ആണ് വെച്ചത്. തന്നെയല്ല, ഞാൻ അദ്ദേഹത്തെ പോയി എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള ആ മനുഷ്യനെ ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഞാനും ഒരു 10 വർഷം മുമ്പൊക്കെ വളരെ സജീവമായിട്ട് ഫേസ്ബുക്കിൽ ഓരോ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് കത്തോലിക്ക ഓർത്തഡോക്സുകാർക്കെതിരെ ശക്തമായ പോസ്റ്റുകളും കമൻറ്റുകളിലൂടെയൊക്കെ, അന്നത്തെ കാലത്ത് ഈ പറയുന്ന വീഡിയോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കമൻറ്റുകളിലൂടെയൊക്കെ ഡിബേറ്റൊക്കെ ചെയ്യുന്ന രീതി. ഡിബേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയ സംവാദങ്ങളാണ്. അപ്പോൾ അതായിരുന്നു ആ ഒരു കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സാമുൽ ജോർജ് എന്നൊരു വ്യക്തിയെ എനിക്കറിയാം. വളരെ വൃത്തിയായിട്ട രീതിയിലൊക്കെ വളരെ എന്താ പറയുക, ആളുകളൊക്കെ ഇപ്പോൾ നല്ല മാന്യനായിട്ടൊക്കെ ചമഞ്ഞിരുന്ന് അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാറ്റത്തിലൊക്കെ. പക്ഷെ അന്ന് വെറും കുതിരയായിരുന്നു. അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം അത്തരത്തിലുള്ള പോസ്റ്റുകൾ, ആ പോസ്റ്റുകളൊക്കെ ഇന്നും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു പോസ്റ്റുകൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾക്ക് മുന്നിലും ഉത്തരമില്ലാതെ വന്നുണ്ട്. ഞാൻ പെന്തക്കോസ് വിട്ടു. ഞാൻ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, അന്ന് നടന്ന ചർച്ചകളിൽ
ഒരു ഓർത്തഡോക്സുകാരനോ ഒരു കത്തോലിക്കരനോ, പ്രത്യേകിച്ച് ഈ സാമുവൽ ജോർജ് എന്ന വ്യക്തിക്കോ, ഒരു പെന്തക്കോസ് പാസ്റ്റർമാരെയോ ഒരു പെന്തക്കോസ് സഹോദരങ്ങളെ ഒരു അല്പം പോലും മാറി ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റഫ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് അതിൻ്റെ നിലവാരം കാണണമെങ്കിൽ അങ്ങനത്തെ ആ ഗ്രൂപ്പൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അത് ആക്റ്റീവ് അല്ല എന്നുള്ള പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നിലവിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അന്ന് ഞാനിങ്ങനെ ആശയപരമായി ഞാൻ അന്ന് കൃത്യമായൊരു പെന്തക്കോസ് വിശ്വാസിയായിരുന്നു. ഒരു രീതിയിൽ 1% പോലും ഇദ്ദേഹവുമായിട്ടൊക്കെ സംവാദം നടത്തുന്ന സമയത്ത് ഒരു രീതിയിലുള്ള മാറ്റങ്ങളും എനിക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പായിരുന്ന MPFTയുടെ ഒരു സജീവ പ്രവർത്തകരും അഡ്മിനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അത്രത്തോളം എനിക്കറിയില്ല ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തെ ഞാൻ വന്ന് കണ്ടു എന്നാണ്. ഇദ്ദേഹത്തിനെ വന്ന് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെ ദുബായിൽ നിന്നും പോയി കണ്ടതൊന്നുമില്ല. ഞാൻ ദുബായിൽ ജോലി സംബന്ധമായി പോയതാണ്. ഞാൻ റാക്ക് ബാങ്കിൽ ജോലി ചെയ്യുമായിരുന്നു ദുബായിൽ. അതുപോലെ ഈ MPFT എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള ലാലു ബ്രദർ, അദ്ദേഹം ദുബായിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ആളാണ്. അദ്ദേഹം വലിയൊരു മാനേജർ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന സ്പൈസസ് ഒരു കമ്പനിയിൽ അന്ന് ജോലി ചെയ്യായിരുന്നു. അതുപോലെ സൗദിയിൽ ജോലി ചെയ്യുന്ന ബോൾഡറിൻ സഹോദരൻ, അദ്ദേഹം ദുബായിൽ ഒരു മീറ്റിനൊക്കെ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ തന്നെ MPFTയുടെ തന്നെ മീറ്റിന് വന്നതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുപരിച്ചുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണുന്ന രീതിയിൽ ഇദ്ദേഹം ദേറയിലുണ്ട് എന്ന് അറിഞ്ഞ് പോയതാണ്. ഇപ്പോൾ സാമുവൽ ജോർജ് എന്ന് പറഞ്ഞ വെച്ചാൽ ഞാൻ കാണാൻ പോകുന്നത് എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഞങ്ങളുടെ പെന്തക്കോസ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് എല്ലാവരും കൂടെ ഈ സംവാദങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സൗഹൃദമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കണ്ടതാണ്. ആ സമയത്ത് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഒരു മാടക്കടയിൽ ഒരു പലചരക്കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. ഞാനിന്നും ഓർക്കുന്നുണ്ടത്. അദ്ദേഹം ഒരു റെഡ് ടീഷർട്ടും ഒരു വെള്ള പാൻറ്റൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളവിടെ ചെന്നത് വളരെ ബുദ്ധിമുട്ടായി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു ചെറിയൊരു പാർക്ക് പോലുള്ള സ്ഥലത്തോട്ടാണ് പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഫോട്ടോ ഇടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംവാദം കൊണ്ട് ഞങ്ങളും പരിവർത്തനപ്പെട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടൊന്നുമല്ല. അന്നും ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആശയപരമായ ഒരുപാട് വിയോജിപ്പുകളുണ്ടെങ്കിലും സൗഹൃദങ്ങൾ തുടരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഫോട്ടോസ് പോലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ വാദങ്ങൾ കാരണം ഉത്തരമില്ലാതെ പല പെന്തക്കോസ് പാസ്റ്റർമാരും അങ്ങ് ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും തള്ളായിരുന്നു. സാമുവൽ അത്രയ്ക്കും തള്ള് വേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളാണ് പോയത്. ഓർത്തഡോക്സുകാരായിട്ടുള്ള ആൾക്കാരും കത്തോലിക്കരായിട്ടുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്നും പോകുകയാണ് ചെയ്തത്. നിങ്ങൾ ഒരുമിച്ച് കൂട്ടമായി ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതല്ലാതെ അവിടെ ഉത്തരമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും മല്ലയ്യ എന്നൊക്കെ ഇങ്ങനെ കരുതി ഇങ്ങനെ ഇരുന്നിട്ടൊന്നും സംഭവിച്ചൊന്നുമല്ല. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പെന്തക്കോസിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് കൃത്യമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെന്തക്കോസ് സഹോദരങ്ങൾ തന്നെയാണ് പെന്തക്കോസിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു പഠനത്തിന് മൂല കാരണമായത് എന്ന് തന്നെ ഞാൻ ഒരു 2019 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഷിബു പീഡിയക്കലായിട്ട് ഭയങ്കര അറിയാവുന്ന ആളാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഷിബു പീഡിയക്കൽ ഇദ്ദേഹത്തെ അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഷിബു പീഡിയക്കൽ ഇദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് ഷിബു പീഡിയക്കൽ ഈ പറഞ്ഞ ഗ്രൂപ്പിലൊന്നും ഈ പറയുന്ന കത്തോലിക്ക ഓർത്തഡോക്സുകാർക്കെതിരെയുള്ള സംവാദ ഗ്രൂപ്പിലിരുന്നൊന്നും വന്ന് കമൻറ്റ് ഇടുന്നുണ്ടല്ല. ഈ പെന്തക്കോസ് ഗ്രൂപ്പിലൊക്കെ കമൻറ്റ് ഇടുന്നതും ലൈവ് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് MPFT ഗ്രൂപ്പിൽ. ഈ കത്തോലിക്കർ ഓർത്തഡോക്സുകാരായിട്ടുള്ള റൂമിലൊന്നും വന്നിരുന്ന് ഷിബു പീഡിയക്കൽ സമയം കളയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഏത് കെയർ ഓഫിലാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് സാമുവൽ ജോർജ് അച്ചായന് മെസ്സേജുകൾ അയക്കുന്നതാണ്, ശക്തമായ മറുപടികൾ അയക്കുന്നതാണ്. നിങ്ങൾക്ക് ആ പോസ്റ്റുകളൊക്കെ വേണമെങ്കിൽ കാണാവുന്നതാണ്. അതിനകത്ത് ഈ ഷിബു പീഡിയക്കലിനെ അറിയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ എന്തെങ്കിലും കണ്ടുപരിച്ചും ഇങ്ങനെ പോസ്റ്റും ഫോട്ടോയൊക്കെ കണ്ട് കാണുമായിരിക്കും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ ഇടയ്ക്കൊക്കെ ഷിബു പീഡിയക്കലിൻ്റെ വല്ല യൂട്യൂബിൽ കണ്ടതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. പിന്നെ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇല്ലാത്തുള്ളൊരു അർത്ഥത്തിൽ യാക്കോബായെന്നോ ഓർത്തഡോക്സെന്നോ ഹിന്ദുക്കളൊന്നും ഇല്ലാതെ എല്ലാവരും ഉൾക്കൊള്ളുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാമുവൽ അച്ചായൻ. സാമുവൽ അച്ചായൻ എന്തിനാ ഇങ്ങനെ നുണയൊക്കെ പറയുന്നത്? സാമുവൽ അച്ചായൻ കൃത്യമായി പെന്തക്കോസുകാർ പൈശാചികരാണെന്നും അത് സത്യമാണെന്നും ഞങ്ങളെ കണ്ണിൻ്റെ ഇടയ്ക്ക് കണ്ണെടുത്ത കണ്ടുകൂടാന്നും ഒരു വ്യക്തിയോട് വളരെ നേരിട്ട് തന്നെ നീ പെന്തക്കോസുകാരനല്ലായിരുന്നെങ്കിൽ ഞാൻ നീയായിട്ട് ലോഹ്യത്തിലാകുമായിരുന്നു എന്ന് വരെ
സാമുവലച്ചാൻ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ ഓർക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ മാനവികതയൊക്കെ പറയുന്നത്? എന്തിനാ? ചിലപ്പോൾ യൂട്യൂബിലൊരു യൂട്യൂബ് ഞാൻ എടുത്ത് നോക്കി സാമുവലച്ചാൻ. യൂട്യൂബിൽ അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്കല്ല MBBS പോയി. ഞാൻ കാണുമ്പോൾ ഈ പലചരക്കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്ന ഒരാളായിരുന്നു. അതിന് ശേഷം ഒരു MBBSനൊക്കെ പോയി. കാരണം ഞാൻ നോക്കിയപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ വലിയ മെഡിസിനുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ പരിവേഷത്തിലാണ് യൂട്യൂബിൽ ഇരിക്കുന്നതെന്ന് എനിക്കൊരു സംശയം. ഡോക്ടർ സാമുവൽ ജോർജ് ആണോ എന്നെനിക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ആ യൂട്യൂബിലെ ആ ഇരിപ്പും ആ പ്രസംഗങ്ങളും. തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ചൈന ഇനി ഇത്രയും വർഷത്തെ ആ പലചരക്കടയിൽ എടുത്തു കൊടുക്കുന്ന ഈ ഒരു ജോലിയിൽ നിന്നും അച്ചായൻ MBBSന് എൻട്രൻസ് ഒക്കെ പാസ്സായി MBBSന് പോയി ഒരു ഡോക്ടർ ആയെങ്കിൽ അതൊരു വലിയൊരു മോട്ടിവേഷൻ സ്റ്റോറി ആയിരിക്കും. അത് എനിക്ക് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനി അങ്ങനെ ആരോഗ്യരംഗത്ത് ഇത്രയും ശക്തമായിട്ടൊക്കെ യൂട്യൂബൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി വെറുതെ ആണെന്നുണ്ടെങ്കിൽ MBBS ഒന്നും എടുക്കാതെ ഒരു ഡോക്ടറിൻ്റെ എന്തെങ്കിലും ബേസിക് നോളേജ് ഒക്കെ ഇല്ലാതെയാണ് ഇതൊക്കെ പറയുന്നെങ്കിൽ വ്യാജ ഡോക്ടർ എന്നൊക്കെ ഉള്ള പേര് വരും. അതൊക്കെ അച്ചായനോട് ഒരു പഴയ സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അച്ചായനോട് റെക്കമെൻഡ് ചെയ്യാനുള്ളത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അച്ചായൻ പറയുന്നുണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കേസ് കാര്യങ്ങൾ. ഞാൻ ഈ കേസും ഈ വഴക്കും ഇതൊന്നും കണ്ടിട്ടൊന്നും പെന്തക്കോസ് വിട്ട ആളല്ല. അത് എനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മാറി എൻ്റെ രീതിയിലേക്ക് ഞാൻ ഒഴിഞ്ഞു മാറി പോകുകയാണ്. ഇപ്പോൾ പല ആൾക്കാരും പെന്തക്കോസുകാരാണെങ്കിലും ഓർത്തഡോക്സുകാരാണെങ്കിലും ഒക്കെ പല ആൾക്കാരും ഇത് വെറുതെ ഇരുന്ന് തോണ്ടുന്നുണ്ട്. എൻ്റെ പേരൊക്കെ പല സ്ഥലത്തും പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ വിട്ടു. കാരണം എൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയങ്ങൾ എൻ്റെ ജോലി സമയത്തും എൻ്റെ പഠന സമയത്തും എല്ലാം ഈ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയവും എൻ്റെ എനർജിയും എൻ്റെ ഉറക്കവും എല്ലാം എൻ്റെ ടാലൻറ്റും എല്ലാം കളഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഞാൻ കണ്ടെത്തിയ സത്യത്തിൽ ഞാൻ ഉറച്ചു നിന്നു. ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേലെ എൻ്റെ സ്വന്തമായിട്ടൊരു ലൈവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് എൻ്റെ ബോധ്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ അതിൽ പോകുന്നു. പക്ഷേ പല പെന്തക്കോസുകാരും പല പെന്തക്കോസ് പാസ്റ്റർമാരും ഒക്കെ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസൊക്കെ സംഭാഷണങ്ങളും ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വഴിക്ക് വിടുക, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയെ കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് യാക്കോബായ വിഷയമൊക്കെ പറഞ്ഞ് എന്നെ ഇതിനകത്തോട്ട് വലിച്ചഴിക്കാനാണെങ്കിൽ എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സുപ്രീം കോടതി ഒരു വിധി നൽകിയിരിക്കുകയാണ്. ആ വിധി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ശരി, ഞാൻ സമ്മതിച്ചത് വിധി ദൈവത്തിൽ നിന്ന് വന്നതാണ് എങ്കിൽ പിന്നെന്തിനാണ് സാമുവലച്ചാൻ ഈ മോദിക്കെതിരെ വീഡിയോ? മോദിയെ പ്രധാനമന്ത്രിയാക്കിയതും ദൈവം തന്നെയല്ലേ? രണ്ടാം തവണയും ദൈവം തന്നെയല്ലേ പ്രധാനമന്ത്രിയാക്കിയത്? പിന്നെ എന്തിനാ ഈ മോദിക്കെതിരെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്? അദ്ദേഹത്തെ ആക്കി വെച്ചു. ഇനി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹം എന്തിനാണ് പ്രധാനമന്ത്രിക്കെതിരെ വീഡിയോ ചെയ്യുന്നത് സാമുവലച്ചാൻ? അപ്പോൾ ഇതൊരു ഹിപ്പോക്രസിയാണ്, കപടതയാണ് സാമുവലച്ചാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആരോഗ്യരംഗത്തുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ പറയുക, ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ആത്മീയതയുമായി അത് ആയിരുന്നു കേട്ടോ. ആത്മീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പെന്തക്കോസുകാരെ വളരെ മോശമായി തെറി വിളിക്കാനൊക്കെ സാമുവലച്ചാൻ മുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാനവികത ഒന്നും അതിനകത്തൊന്നും പറയരുത്. പിന്നെ ഈ പറയുന്ന പോലെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠാധികാരമായ നരേന്ദ്രമോദിക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുക, അപ്പോൾ അതൊക്കെ ഒരു ഹിപ്പോക്രസിയാണ്. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളുടെ പ്രയാസം നമുക്ക് മനസ്സിലാക്കും. അച്ചാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്കടയിൽ അരിയുടെ ഇപ്പോഴത്തെ കമ്പോള നിലവാരം എന്താണ്, ഇപ്പോഴത്തെ ജാതിക്ക തൊണ്ടോടുകൂടി തൊണ്ടില്ലാതെ എത്രയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ സോപ്പിൻ്റെ ബ്രാൻഡ് ഏതാണ്, ഇങ്ങനത്തെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആളുകൾക്ക് കുറച്ചും കൂടെ ഗുണനിലവാരം അല്ലെങ്കിൽ കൃത്യമായൊരു ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ഒക്കെ ആയിരിക്കും. അതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ വലിച്ചിഴിച്ചത് പറയേണ്ട വല്ല കാര്യമൊന്നുമില്ല. പിന്നെ സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ എല്ലാ കേസുകളും നീതി കിട്ടിയതാണെന്നൊന്നും ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. നീതി എന്ന് പറയുന്നത് നമ്മൾ നിർവചിക്കുന്നതൊന്നും സുപ്രീം കോടതിയിലോടുകൂടി എല്ലാ നീതിയും നിർവഹിക്കപ്പെടുക അല്ലെങ്കിൽ എല്ലാവർക്കും നീതി കിട്ടുകയൊന്നുമില്ല. അപ്പം നീതി കിട്ടാത്തിടത്തോളം അതിനു വേണ്ടിയുള്ള അതിൻ്റെ ഇരകൾ നീതി കിട്ടാത്ത ഇരകൾ അതിനു വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ജനാധിപത്യ രാജ്യത്തിൽ നടക്കേണ്ടത്. അപ്പം അത് എല്ലാം കൂടെ തീർന്നു. സുപ്രീം കോടതി കൃത്യമായിട്ട് പഠിച്ചു. ഞാൻ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത് ആത്മീയതയുടെ വിഷയമോ അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റിയോ എക്ലീഷ്യയുടെ ഇതൊന്നും തന്നെ എടുത്തിട്ടില്ല. കൃത്യമായി ഇന്ത്യയുടെ ഭരണകൂടത്തിന് കൺവിൻസിങ് ആകുന്ന ഇന്ത്യയുടെ ഒരു ദേശീയതയൊക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കേസിനെ തിരിച്ചു വിട്ടു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം ആത്മീയത നോക്കുകയാണെങ്കിൽ
അതിലെനിക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതൊന്നുമല്ല. കാരണം ഞാൻ മുഖാന്തരമാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലേക്ക്, അത് ഞാൻ ഗ്ലോറിയസ് ഗോസ്പലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മെയിൻ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫാമിലി റിസ്റ്റോറേഷനാണ്. ഈ പറയുന്ന ആത്മീയതയേക്കാളും ഉപദേശങ്ങളെക്കാളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഫാമിലി റിസ്റ്റോറേഷനാണ്. ഫാമിലി റിസ്റ്റോറേഷൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് വിയോജിപ്പുള്ള സഭകളിലോട്ട് തന്നെ പോകും. കാരണം അവർ വന്നിരിക്കുന്നത് ഏത് കുടുംബത്തിൽ നിന്നാണോ അങ്ങോട്ടേക്ക്, ആ മാതൃകുടുംബത്തിലേക്ക്, ആ മാതൃസഭയിലേക്ക് തിരിച്ചു പോകുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവിടെ ഒരു പ്രത്യേക സഭയ്ക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കാമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ ഒരു സഭ തുടങ്ങാമെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ചരിത്രമൊക്കെ സാമുവലച്ചൻ എവിടെ ഇരുന്ന് ഈ പറയുന്നതെന്ന് എനിക്കറിയാം. ഇപ്പം ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ എതിരെ അങ്ങ് പറയും. ഇപ്പം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ചരിത്രത്തിന് എതിരായിട്ടുള്ള പല ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും. ഇപ്പോൾ സാമുവലച്ചൻ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കും. അതുകൊണ്ട് സാമുവലച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ഈ പരിപാടി തീരില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല. പക്ഷേ എന്നെ അതിനകത്ത് ഇടപെടുത്തരുത്. കാരണം സാമുവലച്ചായനും നമ്മളൊക്കെ സംവദിക്കുന്നതാണ്. സാമുവലച്ചായൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയാറില്ല. അക്കമിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അതൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനിയും അതിനകത്തോട്ട് തുടരെ കാണരുത്. എനിക്ക് ആ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ സാമുവലച്ചാനായിട്ടുള്ള നല്ല ഓർമ്മകൾ. ഞാൻ ചൈന വരുമ്പോൾ പലചരക്കടയിൽ വരുന്ന സമയത്ത് ചൈന സാധനങ്ങൾ എടുത്തോട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. അവരും കൂടി ഇതിന് സാക്ഷികളാണല്ലോ. അപ്പോൾ ഇതെന്തായാലും നോണയല്ല. കാരണം അവരോടുകൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അവരൊന്നും ഇപ്പോഴും സാമുവലച്ചാൻ്റെ ഇതുകൊണ്ടൊന്നും പെന്തക്കോസിൽ നിന്നും മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഒരു കാര്യം പറയാം, സാമുവലച്ചാൻ്റെ പോയിന്റ് വളരെ വീക്കായിരുന്നു. ഇന്നേ വരെ ഒരു 0.1% പോലും എനിക്ക് സാമുവലച്ചാൻ്റെ പോയിന്റിൽ നിന്ന് പെന്തക്കോസ് വിടണമെന്ന് തോന്നിയിട്ടൊന്നുമില്ല. അതിനൊക്കെ വ്യക്തമായ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വേറെ ലൈവിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സാമുവലച്ചൻ ആ ക്രെഡിറ്റ്, ആവശ്യമില്ലാത്ത ക്രെഡിറ്റൊക്കെ എടുക്കാതിരിക്കുക. അപ്പോസ്തലനെ അല്ലാതിരിക്കുക, അപ്പോസ്തലനെ വേഷം എടുക്കുക, ഡോക്ടർ അല്ലാതിരിക്കുക, ഈ മെഡിക്കൽ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും ശരിയല്ല സാമുവലച്ചാൻ. എന്തായാലും സാമുവലച്ചാൻ്റെ ഇത് സഭയ്ക്കെതിരെ എന്നല്ല പറഞ്ഞ് സഭയുടെ മെത്രാന്മാരും വിശ്വാസികളും നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ആ വിഷയങ്ങൾക്കൊക്കെ സംസാരിക്കാനാണെങ്കിൽ ഇവിടെ ഒരുപാട് വേദികളൊക്കെ ഉണ്ട്. പിന്നെ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും കാര്യം ഇല്ല. ഇപ്പം എന്തായാലും ആ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. നല്ല ഫോട്ടോസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമുവലച്ചാനായിട്ടുള്ള എൻ്റെ ഗുരു, സാമുവലച്ചാൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ലാതെ വന്നതിൽ അങ്ങനെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. സാമുവലച്ചാൻ്റെ ചോദ്യങ്ങൾക്കല്ല എനിക്ക് ഉത്തരമില്ലാതെ വന്നത്. എൻ്റെ യാത്രയിൽ എനിക്ക് എൻ്റെ സ്വന്തം സഭയിൽ നിന്ന് കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്നാണ് എനിക്ക് ഉത്തരമില്ലാതെ വന്നത്. നിങ്ങളുടെ ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാതിരുന്നിട്ടൊന്നുമില്ല. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും തെറ്റായ പ്രചരണങ്ങളൊക്കെ ചെയ്യാതെ മറ്റൊരാളെയൊക്കെ അനാവശ്യമായിട്ടൊക്കെ മെൻഷൻ ചെയ്യാതെ വീഡിയോ ഒക്കെ ചെയ്യണം, ലൈവൊക്കെ ചെയ്യണം. പക്ഷേ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഞാൻ ഇങ്ങനെയൊക്കെ ഒതുങ്ങി കൂടി അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ അച്ചായ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അച്ചായൻ്റെ മേഖലയിലേക്ക് പോകുക. ഇനിയും അച്ചായന് ഈ ആത്മീയ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം അത്ര ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. താങ്കൾക്ക് നല്ലൊരു ഫേസ്, ഒരു ഡോക്ടർ ഇമേജും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊരു ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലവിലുണ്ട്. അത് കളഞ്ഞു കുടിക്കാതെ ഈ വിഷയങ്ങളിലേക്ക് വിടുക. ഞാനും ഈ വിഷയങ്ങളൊക്കെ വിട്ടങ്ങ് പോയിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ക്ലെയിമുകളൊക്കെ വെക്കാതെ. ചിലപ്പോൾ പ്രായമായതുകൊണ്ട് ചിലപ്പോൾ സാമുവലച്ചാൻ ഇതൊക്കെ മറന്നു പോയിട്ട് ചിലപ്പോൾ ഒരു സാമുവലച്ചാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളായിട്ട് ചിലപ്പോൾ ഈ കഥ പോലെ പറഞ്ഞതായിരിക്കും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ അങ്ങ് പോട്ടെ. ഞാനിപ്പോൾ സുറിയാനി സഭയുടെ ഭാഗമായി യഥാർത്ഥ പൗരോഹിത്യത്തിൽ പരിശുദ്ധ മൂറുവനും വിശുദ്ധ മാമോദീസകളും കൂദാശകളൊക്കെ സ്വീകരിച്ച് സുറിയാനി സഭയുടെ ഭാഗമായി ഞാൻ കുർബാനയൊക്കെ സ്വീകരിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോവുക. ഇപ്പോഴും കുർബാനയൊക്കെ കൂടിയിട്ട് വന്നിരിക്കുന്നതാണ്. നൊയമ്പാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാനങ്ങ് പൊക്കോളാം. എന്നെ വെറുതെ വിടും. പെന്തക്കോസുകാരോടും കൂടിയാണ്. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പല പെന്തക്കോസ് സൗകര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നീ ഇങ്ങനെ ഇതിനൊന്നും മറുപടി പറയാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് മാറി ഒതുങ്ങി നിൽക്കുന്നതാണ്. എനിക്ക് എൻ്റേതായ ജോലി തിരക്കുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, കാരണം ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ നിയോഗമായിരിക്കും ഇത് എനിക്കിത് പറയാതെ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത്രയും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇതിനു വേണ്ടി സമയവും ഒക്കെ കളഞ്ഞത് ചിലപ്പോൾ ഇത് എൻ്റെ ഒരു നിയോഗം പോലെയാണെന്നാണ് ഞാൻ ചിലപ്പോൾ കരുതുന്നത്. ഞാൻ അപ്പോഴും
ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വഴിക്ക് ഞാനങ്ങ് പൊക്കോളാം. സാമുലോച്ച ഇനി ഇതിനു വേണ്ടി വലിയ വിഷയമൊന്നും ഉണ്ടാക്കരുത്. ഉള്ള കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, സത്യമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരു എന്തെങ്കിലും രീതിയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, സാമുലോച്ചനായിട്ടുള്ള ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.